ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് നമ്മുടെ കല്യാണ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. അപ്പോൾ ഓളെ കാണലും റൂം കാണലൊക്കെയാണ്. അപ്പം ബ്രൈഡിൻ്റെ മേക്കപ്പിനൊക്കെ ആളെ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതാണ് ഉള്ള റൂമിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാനൊരു റൂം ടൂർ പോലെ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി റൂമാണ്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി. ഉമ്മാൻ്റെ ഏട്ടത്തിമാരും ഉമ്മാൻ്റെ അനിയത്തിയും അവരുടെ മക്കളും ഒക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ എല്ലാ ഭാഗവും ഇങ്ങനെ എന്തൊക്കെ കംപ്ലീറ്റ് ഒന്ന് ചുറ്റി കാണാമെന്ന്, കാരണം ആദ്യമായിട്ട് കാണുന്നതാണല്ലോ. കുറേ ആൾക്കാർ ഇരുന്ന് നോക്കുന്നുണ്ട്, കിടന്ന് നോക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോ റൂട്ടും എല്ലായിടത്തും ഒന്ന് പോയി കംപ്ലീറ്റ് ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മൂത്താപ്പ കൂളാണ് ആൾ. അപ്പം ഇവിടെ ഈ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അങ്ങനെ ബ്രൈഡൊക്കെ റെഡിയായി മേക്കപ്പൊക്കെ സെറ്റായിട്ട് എനിക്ക് പക്ഷേ ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഓളെ മേക്കപ്പ് ഇഷ്ടമായിട്ടില്ല. അങ്ങനെ ഓൾ ആ മേക്കപ്പ് കളഞ്ഞിട്ടുണ്ടായിന്. രാത്രിയിലത്തെ മേക്കപ്പ് ഒട്ടും രസം ഉണ്ടായിട്ടില്ല. പിന്നെ വെയിലാകുമ്പോൾ ഒരു വൈബല്ലേ, അങ്ങനെ ഞാൻ വെയിലത്ത് നിന്നിട്ട് കുറച്ച് വീഡിയോസ് എടുത്ത്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും മുകളിലത്തെ സെക്ഷൻ എടുത്തിട്ട് ആദ്യമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മാത്രമല്ല, ഒട്ടുമിക്ക ആൾക്കാരും ആദ്യമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കാരും എല്ലാ ഭാഗവും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ പറയാം, ഞാൻ ആദ്യമായിട്ട് വന്നുകൊണ്ട് ബാത്റൂമൊക്കെ ഒന്ന് നോക്കിയാൽ നല്ലത്. അങ്ങനെ കുട്ടികളൊക്കെ ഉള്ള ബാക്കിൽ തന്നെയാണ്. മേക്കപ്പിൻ്റെ കാര്യം പറയാൻ ഭയങ്കര ബോറായിരുന്നു. ഞാൻ പറഞ്ഞു ഒട്ടും രസമില്ല പറഞ്ഞ്. അങ്ങനെ ലാസ്റ്റ് അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ പോയത് ഇക്കാക്കൻ്റെ വീട്ടിലേക്കാണ്. മൂത്തമ്മാൻ്റെ മോൻ്റെ വീട് അടുത്ത് തന്നെയാണ്. അവിടെ പോയിട്ടാണ് നമ്മൾ റെഡിയാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഓരോരോ ആൾക്കാരായിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്നിച്ചായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. അതിനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ നമ്മൾ ലേറ്റായി പോകാൻ വേണ്ടിയിട്ട് ഓരോരോ ആൾക്കാരും റെഡിയായി നിൽക്കണ്ടേ. ഒന്നാമത് ഈ കുട്ടികളെ റെഡിയാക്കാൻ തന്നെ ഒരുപാട് ടൈം എടുത്ത്. ആൺകുട്ടികളെ വേഗമായി, പക്ഷെ പെൺകുട്ടികളെ റെഡിയാക്കാൻ അവരെ ഹെയർ നോക്കണം, ഡ്രസ്സ് നോക്കണം. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തി. അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കലാണ്. അവരെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ടായിന്. അപ്പം നമ്മളുടെ കല്യാണം ഏകദേശം ഫിനിഷ് ആവാൻ പോവുകയാണ്. ഇവരെല്ലാവരും പോയതിന് ശേഷം നമ്മൾ എന്താക്കും, പാട്ട് പാടും. അങ്ങനെ നമ്മുടെ കല്യാണത്തിൻ്റെ രാത്രിക്കത്തെ ഒരു കുഞ്ഞു വാവൻ്റെ ഒരു അടിപൊളി ഡാൻസ് ഉണ്ട്. അതാരും സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും കണ്ടുനോക്കുക. അപ്പോൾ അപ്പുറത്തുനിന്ന് ഡാൻസും പാട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് ഞാൻ പോയി ഒരു പൈനാപ്പിൾ ടീ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഞാൻ ജസ്റ്റ് 2 സിപ്പ് മാത്രമേ കുടിച്ചിട്ടു. അത് കഴിഞ്ഞ പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. പൈനാപ്പിൾ ടീ, പിന്നെ കുറേ ഐറ്റം ടീസൊക്കെ ഉണ്ടായിന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ രാത്രിയാണ് കാര്യമായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത്. പകൽ എല്ലാവരും പലതരത്തിലുള്ള ബിസിയായി. ആർക്കും ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനുള്ള ആ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ രാത്രി എടുത്ത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ കസിൻസ് എല്ലാവരും കൂടെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോയി. ചെക്കൻ്റെ വീട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിന്. അത്രയും അടുത്താണ്, ഒരു 2 വീട് അപ്പുറമാണ്, ഒരു വീട് അപ്പുറമാണ് ചെക്കൻ്റെ വീട്. അങ്ങനെ നമ്മളെ പുതുമണവാളൻ ഇവനാണ്. ഇവരെ വീട്ടിലേക്ക് പോയി അങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ പുള്ളിക്കാരൻ വരാൻ റെഡി ആയിട്ടില്ല. അങ്ങനെ കുട്ടികളെ ബാക്കി ഡാൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ രാത്രിയിൽ നമ്മൾ മാഷാല്ലാ അടിപൊളിയായിട്ട് കുറേ ടൈം നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിന്. പകൽ ഫുള്ള് എന്താ പറയുക ബിസിയായി, കുറേ ആൾക്കാരൊക്കെ വന്ന് ഭയങ്കര ചൂടും എല്ലാം കൊണ്ടും പകൽ ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇനി വരുന്ന വീഡിയോസൊക്കെ നല്ല അടിപൊളി വീഡിയോസ് ആയിരിക്കും. കാരണം നമ്മൾ കല്യാണത്തിൻ്റെ അന്ന് രാത്രി ഉണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പ്ലീസ് നിങ്ങളെ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കുക. അതിൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ